വാർത്തകൾ വിശദമായി നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേര് മാറ്റാൻ തയ്യാറാണ് എന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചു. ജാനകിക്ക് പകരം ജാനകി വി എന്ന സിനിമയുടെ പേര് തിരുത്തും. സിനിമാ രംഗങ്ങളിൽ ഈ പേര് ഉപയോഗിക്കുന്ന 2 ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യുമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു. കേസ് അടുത്ത ബുധനാഴ്ച പരിഗണിക്കാൻ ജസ്റ്റിസ് എൻ നാഗരേഷ് മാറ്റി. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, ജാനകി ഇനി ജാനകി വി ആണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെ? എന്തായാലും ഈ ജാനകി എന്ന പേര് കൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ജാനകി എന്നുള്ള പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സെൻസർ ബോർഡ് അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളത് ഇനി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നായിരിക്കും സിനിമയുടെ പേരുണ്ടാവുക. സെൻസർ ബോർഡിന്റെ തീരുമാനത്തെ അംഗീകരിക്കുകയായിരുന്നു നിർമ്മാതാക്കൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും പേര് മാറ്റണമെന്നൊരു ആവശ്യം തന്നെയായിരുന്നു സെൻസർ ബോർഡ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് 3 തവണയാണ് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് സെൻസർ ബോർഡിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ സെൻസർ ബോർഡ് പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, നേരത്തെ സിനിമയിൽ 96 ഭാഗങ്ങൾ കട്ട് ചെയ്യണമെന്നായിരുന്നു തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 96 ഭാഗങ്ങൾ കട്ട് ചെയ്യേണ്ട, എന്നാൽ സിനിമയിലെ 2 ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നാണ് സെൻസർ ബോർഡ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ഈ സിനിമയുടെ ടൈറ്റിൽ ആയിട്ടുള്ള ജാനകി എന്ന പേരിന് ഇനീഷ്യൽ നൽകണം. അതായത് വി ജാനകി എന്നോ ജാനകി വി എന്നോ മാറ്റണമെന്നായിരുന്നു സെൻസർ ബോർഡ് പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞത്. മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കോടതി ഭാഗമുണ്ട്. ഈ സിനിമയിലെ കോടതി ഭാഗങ്ങളിൽ ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നുണ്ട്. ആ പേര് മാറ്റണം, ആ പേര് മ്യൂട്ട് ചെയ്യണമെന്നായിരുന്നു മറ്റൊരു ആവശ്യം സെൻസർ ബോർഡ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളടക്കമായിരുന്നു പിന്നീട് നിർമ്മാതാക്കൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് 2 മണിക്ക് കേസ് വീണ്ടും പരിഗണിച്ചു. ആ പരിഗണിച്ചപ്പോഴും ഇതിൽ ഒത്തുതീർപ്പാകാത്ത സാഹചര്യം അടക്കം ഉണ്ടാവുകയായിരുന്നു. പിന്നീട് കേസ് പരിഗണിക്കുന്നത് 3 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. 3 മണിയിൽ കേസ് പരിഗണിച്ചപ്പോഴാണ് നിർമ്മാതാക്കൾ പേര് മാറ്റാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും നിർമ്മാതാക്കൾ ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇനിയും കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിന് കാരണമാകും. അതുകൊണ്ടാണ് തങ്ങൾ ഈ ഒത്തുതീർപ്പിലേക്ക് കടക്കുന്നതെന്നായിരുന്നു നിർമ്മാതാക്കളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേര് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് നിരവധി തവണ കേസ് ഹൈക്കോടതി പരിഗണിക്കുകയും ജസ്റ്റിസ് അടക്കം തന്നെ ഈ സിനിമ കാണുന്ന ഒരു നാഗരേഷ് സിനിമ കാണുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. സിനിമ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇന്ന് കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഈ 96 ഭാഗങ്ങൾ വെട്ടുന്നതിന് പകരം ഈ 2 ഭാഗങ്ങൾ ഒഴിവാക്കിയാൽ മതി എന്ന സെൻസർ ബോർഡ് നിലപാട് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ എന്തായാലും സെൻസർ ബോർഡിന്റെ തീരുമാനത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും നിർമ്മാതാക്കൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, 24 മണിക്കൂറിനകം തന്നെ ഇതിന്റെ എഡിറ്റ് ചെയ്ത ഭാഗം പ്രദർശിപ്പിക്കും. അത്തരത്തിൽ പ്രദർശിപ്പിച്ചാൽ 3 ദിവസത്തിനകം തന്നെ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ പുതിയ പതിപ്പ് പ്രദർശിപ്പിച്ചാൽ 3 ദിവസത്തിനകം, അതായത് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയി തന്നെ ഈ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ബുധനാഴ്ചത്തേക്ക് കേസ് എന്തായാലും ഉത്തരവ് പറയുന്നതിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രധാനമായും ഈ നിർമ്മാതാക്കൾ പറഞ്ഞ ഒരു കാര്യമാണെങ്കിലും, ഈ സിനിമയുമായി അല്ലെങ്കിൽ ഇനിയും ഈ കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് അടക്കം തന്നെ തങ്ങളെ നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കൂടാതെ തന്നെ ഈ റിലീസിംഗ് ഡേറ്റ് അടക്കം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഇനി സിനിമ പുതിയ എഡിറ്റ് ചെയ്ത ഭാഗം പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഈ മാസം 18-ലെങ്കിലും ഈ സിനിമ പ്രദർശിപ്പിക്കാനാകുമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഓണത്തിനും മറ്റു സിനിമകളടക്കം തന്നെ വരാനുണ്ട്. ആ സിനിമകളുമായി ക്ലാഷ് ആകാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങളും നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളടക്കം തന്നെ ആലോചിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സിനിമയുടെ പേര് മാറ്റാമെന്ന് നിലവിൽ എന്തായാലും തീരുമാനമെടുത്തിരിക്കുന്നത്. രാവിലെ സെൻസർ ബോർഡ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലടക്കം തന്നെ വളരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഉണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ജാനകി എന്ന പേര് സിനിമയുടെ നിർമ്മാതാക്കൾ ഉപയോഗിച്ചത് മനഃപൂർവ്വമാണെന്നായിരുന്നു ഈ സത്യവാങ്മൂലത്തിലടക്കം സെൻസർ ബോർഡ് വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് രാമായണത്തിൽ സീതയുടെ മറ്റൊരു പേരാണ് ഈ ജാനകി
ജാനകി എന്നുള്ളത്. ആ പേരാണ് ഇവിടെ നിർമ്മാതാക്കൾ ഉപയോഗിച്ചതെന്നായിരുന്നു സെൻസർ ബോർഡ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലടക്കം തന്നെ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്. അതെല്ലാം തന്നെ രാവിലെ സത്യവാങ്മൂലം അടക്കം തന്നെ കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്തായാലും ഇനി നീണ്ട വലിയ രീതിയിലുള്ള വിവാദങ്ങളടക്കമുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള പേര് മാറ്റി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കാമെന്ന് നിർമ്മാതാക്കൾ സമ്മതിച്ചിട്ടുണ്ട്. ഇനി എഡിറ്റ് ചെയ്ത പതിപ്പ് 24 മണിക്കൂറിനകം തന്നെ പ്രദർശിപ്പിക്കുമെന്നാണ് നിർമ്മാതാക്കൾ പറഞ്ഞിരിക്കുന്ന കാര്യം. അങ്ങനെയെങ്കിൽ 3 ദിവസത്തിനകം, അതായത് ചൊവ്വാഴ്ച തന്നെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് നൽകണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേസ് എന്തായാലും ബുധനാഴ്ച ഇനി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ശരി വിനയ, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേര് മാറ്റാൻ തയ്യാറാണ് എന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചു. ജാനകിക്ക് പകരം ജാനകി വി എന്ന സിനിമയുടെ പേര് തിരുത്തും. സിനിമാ രംഗങ്ങളിൽ ഈ പേര് ഉപയോഗിക്കുന്ന 2 ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യുമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു. കേസ് അടുത്ത ബുധനാഴ്ച പരിഗണിക്കാൻ മാറ്റി.